മുന്നറിയിപ്പിലെ തർക്കം രൂക്ഷമായ പശ്ചാത്തലമുണ്ട്. ഇറാനെതിരെ രംഗത്ത് വരുന്ന 48 മണിക്കൂർ നാളെ കൊണ്ട് അജയ് ആ സമയം ഏതാണ്ട് അവസാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ കടലിലേക്ക് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഗുരുതരമായ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. പശ്ചിമേഷ്യ സംഘർഷങ്ങളിൽ അമേരിക്ക ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപിൻ്റെ ഈ കർശനമായ നിലപാട് കൂടി വരുന്നത്. അമേരിക്കയ്ക്കുള്ളിലുള്ള രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെയും രൂക്ഷ വിമർശനം ട്രംപ് ഉന്നയിക്കുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. ഇനിയും അമേരിക്കയുടെ അടുത്ത ശത്രു ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലടക്കം കുറിച്ച പശ്ചാത്തലമുണ്ടാകുന്നത്. അത് നിർണായകമായ ഒന്നാണ്. മറ്റൊന്ന്, ഈ പല ലോകരാജ്യങ്ങളുടെയും സഹായം ട്രംപ് തേടിയിട്ടുണ്ട് ഹോർമുസ് നിയന്ത്രണത്തിലെത്തിക്കാൻ. ഇറാൻ പറയുന്നത് തങ്ങൾ ആകെ അവിടെ നിയന്ത്രിച്ചിട്ടുള്ളത് അമേരിക്കയെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളെ മാത്രമാണ്, മറ്റാർക്കും നിയന്ത്രണമില്ല, തുറന്നു കിടക്കുകയാണ് എന്ന് തുടർച്ചയായി പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അപ്പോൾ ഇനിയുള്ള ട്രംപിൻ്റെ നീക്കം, ഈ 48 മണിക്കൂറിന് ശേഷം എന്തായിരിക്കും ട്രംപ് നീക്കം നടത്തുക എന്നുള്ളതാണല്ലോ ഇനി കാത്തിരിക്കേണ്ടത്. അജയ്, അത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ടല്ലോ. ഇറാന്റെ ഈ കാര്യത്തിലുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ അവരുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത്, അവർ മുൻപും സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്കയോട് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിന് വേണ്ടി ഇറാനിനകത്തുള്ള പവർ പ്ലാന്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ചെയ്യാൻ പോകുന്നത് അറേബ്യൻ രാജ്യങ്ങളിലെയും അതുപോലെ തന്നെ ഇസ്രായേലിലെയും കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ കുടിവെള്ളം അത് വളരെയധികം ഒരു ദൗർലഭ്യം നേരിടുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ കൂടുതലായി അവിടെ കുടിവെള്ളം ഉപയോഗത്തിനെടുക്കുന്നത്, ഇപ്പോൾ നിരവധി ജനങ്ങളുണ്ട്, അപ്പോൾ എല്ലാ മേഖലകളിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്ന ഈ ശുദ്ധജല സംഭരണ കേന്ദ്രങ്ങൾ വഴിയാണ്. അപ്പോൾ ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയാൽ അത് വലിയ തോതിൽ തന്നെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കും. അപ്പോൾ ഇത് അവർ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ഭീഷണിയാണ്. രണ്ടാമത്തെ ഭീഷണി എന്ന് പറയുന്നത് അത് ലോകരാജ്യങ്ങളെ, ഇന്ത്യ അടക്കം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ഇറാൻ പറയുന്നത് ഹോർമുസ് കടലെടുക്ക് ഇതുവരെ പൂർണ്ണമായി അടച്ചിട്ടില്ല. ഇപ്പോൾ അത് അടച്ചിട്ടുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമാണ്. മറ്റ് ലോകരാജ്യങ്ങൾക്ക് ഇതുവഴി ഇറാന്റെ കൃത്യമായിട്ടുള്ള പെർമിഷൻ എടുത്തുകൊണ്ട് ഇതുവഴി കപ്പൽ ഗതാഗതം നടത്താം, അതിന് ഇറാന്റെ അനുമതി ഉണ്ടാകും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അമേരിക്ക ഇറാന്റെ പവർ പ്ലാന്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുപൂട്ടും എന്നതാണ് ഇറാന്റെ മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത്. ഇത് ഇന്ത്യക്ക് ഉൾപ്പെടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോ ഇന്ത്യയുടെ കുറച്ച് കപ്പലുകൾ ഇറാന്റെ അനുമതിയോടെ അത് ഹോർമുസ് കടന്ന് അത് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇപ്പോ എന്തായാലും നമ്മുടെ രാജ്യം ഇപ്പോഴും വളരെ കടുത്ത രീതിയിലുള്ള ഒരു ഇന്ധന പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അടിയന്തര മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ ഈ ഹോർമുസ് കടലിലേക്ക് പൂർണ്ണമായി അടച്ചാൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക്, ഇനിയും ഇന്ത്യയിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ആ കപ്പലുകൾക്ക് ഒരു മാർഗതടസ്സം പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടാകും. അത് ഇന്ത്യയെ മാത്രമായിരിക്കില്ല, ഏഷ്യൻ രാജ്യങ്ങളെ ഒട്ടാകെ വലിയൊരു ക്ഷാമത്തിലേക്കായിരിക്കും തള്ളിവിടുക. ഇന്നലെ ഞായറാഴ്ച കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോഴുള്ള ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഏഷ്യൻ മാർക്കറ്റ് വളരെ ഷാർപ്ലി താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. ക്രൂഡ് ഓയിലിന്റെ വില ഇടയ്ക്കൊന്ന് ആശ്വാസം ഉണ്ടായിരുന്നു, അത് വീണ്ടും മാറി ഇന്നത്തെ ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത വർക്കിംഗ് ഡേയിലേക്ക് വരുമ്പോൾ $111.25 പെർ ബാരൽ എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കടുത്ത രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഇപ്പോ ഊർജ്ജ മേഖലയിലാണെങ്കിലും ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ അമേരിക്ക ഇനി അടുത്ത ഒരു 24 മണിക്കൂറിന് താഴെയുള്ള സമയം കൂടി കഴിഞ്ഞ് ഇറാനെതിരെ എന്തെങ്കിലും സൈനിക നടപടി കടുത്ത രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഇത്ര വലിയൊരു നീക്കത്തിലേക്ക് ഇറാൻ പോകുമോ? അത് ഒരുപക്ഷെ പശ്ചിമേഷ്യയും അതുപോലെ US-നെയും മാത്രമായിരിക്കില്ല മോശമായി ബാധിക്കുക, ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി അത് വലിയൊരു പ്രത്യാഘാതത്തിലേക്ക്, വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായും അതാണ് ഈ ഇറാന്റെ അതിലുള്ള മറുപടി. ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ്. IRGC ഇതുമായി ബന്ധപ്പെട്ട് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും അടയ്ക്കും. ഇറാന്റെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കുള്ള മറുപടിയാണ് ഇത്. തകർക്കപ്പെടുന്ന ഊർജ്ജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നത് വരെ കടലെടുക്ക് തുറക്കില്ല എന്നും ഇറാന്റെ സൈനിക കമാൻഡർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. 48 മണിക്കൂറിനകം ഈ നിർണായക കപ്പൽപാത തുറന്നില്ലെങ്കിൽ ഊർജ്ജ സംവിധാനങ്ങൾ തകർക്കുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അന്ത്യശാസ്ത്രത്തിന് മറുപടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഇത് ഇറാൻ പറയുന്നത് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് സത്യമാണ്.
ഇതിനകം തന്നെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഊർജ്ജ വാർത്താവിനിമയ മേഖലകളെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും മറ്റ് പ്രാദേശിക രാജ്യങ്ങളിലെ സംവിധാനങ്ങളെയും ലക്ഷ്യം വെക്കുമെന്നുള്ള മുന്നറിയിപ്പും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഈ ഇറാന്റെ ആ ഒരു ഭീഷണി വലിയ തോതിൽ ആ മേഖലയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അത് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതകളിലൊന്നാണ് ഹോർമുസ്. ലോകത്തെ ആകെ എണ്ണയുടെയും LNGയുടെയും ഏകദേശം 20% ഈ പാതയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ ഇവിടുത്തെ കപ്പൽ ഗതാഗതം കുത്തനെ ഇടിയുന്ന പശ്ചാത്തലമുണ്ടാവുകയാണ്. കപ്പൽ ഗതാഗത ഡേറ്റാ സ്ഥാപനമായ കെപ്ലറുടെ കണക്കുകൾ പ്രകാരം സാധാരണ നിലയിലുള്ള ഗതാഗതത്തിൻ്റെ വെറും 5% മാത്രമാണ് ഇപ്പോൾ ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പോകുന്ന കപ്പലുകളെ ഇറാനിയൻ സൈന്യം ലക്ഷ്യം വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമാണ് ഇതിനകം അതിലൂടെ കടന്നുപോയത് എന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. കപ്പലുകൾക്ക് മേൽ ടോൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള പുതിയ നിയന്ത്രണങ്ങളും ഇറാൻ പരിഗണിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.